Next we can see who is finder of lost goods. അപ്പോൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട സാധനം കണ്ടുപിടിക്കുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് മീൻസ് എൻ ഇന്നസെൻറ്റ് ഫൈൻഡർ, എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു കസ്റ്റഡി ഈസ് നോൺ ആസ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. But generally there is no obligation on the part of the person who finds the goods. But if he picks them up or to take charge of those goods, he become the bailey of those goods. അപ്പം നമ്മളിപ്പോൾ ഒരു സാധനം വഴിയിൽ കണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോവുകയാണെങ്കിൽ നോ പ്രോബ്ലം. നമ്മൾ പക്ഷെ അത് എടുക്കുന്നെങ്കിൽ നമ്മൾ ശരിക്കും ആരെപ്പോലെയാണെന്നാണ് പറയുന്നത്, ബെയിലീനെ പോലെയാണ്. ബെയിലീൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അത് റിട്ടേൺ ചെയ്യണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതാണ്. അപ്പം നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്നുള്ളത്. എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു ഹിസ് കസ്റ്റഡി ഇസ് സബ്ജെക്റ്റ് ടു ദ സെയിം റെസ്പോൺസിബിലിറ്റി ആസ് എ ബെയിലി. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഡെഫിനേഷനിൽ പറയുന്നത്. അപ്പോൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? It is the same responsibility of a bailey. If a person finds goods belonging to another, he must try to find out the owner and in the meantime is responsible to take care of the goods found. Okay, അപ്പം അതിൻ്റെ ശരിക്കുള്ള ഓണറെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. അതേപോലെ തന്നെ എന്താക്കണം എന്നാണ് പറയുന്നത്, ഗുഡ്സ് ശരിക്കും ശ്രദ്ധിച്ച് നോക്കി നടത്തണം. He must take care of the goods found as a man of ordinary prudence എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് we can see what are the rights of finder of lost goods. ഇപ്പോൾ സെക്ഷൻ 168 ഒരുപാട് അവകാശങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം നമുക്കൊരു സാധനം വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ഹാവ് സം റൈറ്റ്സ്. നോക്കാം എന്തൊക്കെയാണെന്നത്. റൈറ്റ് ഓഫ് ലീൻ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റൈറ്റ്. ലീൻ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. ലീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടു റിറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ഓൾ സംസ് ഡ്യൂ ടു ഹിം ഇസ് പെയ്ഡ്. അപ്പം ഇവിടെ ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ ഒരു റൈറ്റാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഹി മേ റിറ്റെയിൻ ദ ഗുഡ്സ് അഗെയിൻസ്റ്റ് ദ റിട്ടേൺ ദ ഗുഡ്സ് അഗെയിൻസ്റ്റ് ദ ഓണർ until he receives compensation for troubles or expenses incurred in finding out the owner. But he has no right to sue the owner for compensation for troubles and expenses voluntarily incurred by him to preserve the goods and find out the owner. അപ്പം എന്തെങ്കിലും ചില സമയത്ത് ഓണർ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല റിവാർഡോ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ടാവാം. ഇവിടെ റിവാർഡിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇവിടെ കാര്യമായിട്ട് പറയുന്നത് അയാൾക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ബസ് ഫെയർ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ ആര് കൊടുക്കണം? ട്രൂ ഓണർ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടുന്നത് വരെ ഗുഡ്സ് എന്താക്കാം? റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനുണ്ട്. ഓക്കെ. സെക്കൻഡ് റൈറ്റ് ഇസ് റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ്. നേരത്തെ പറഞ്ഞതാണ് ഞാനത്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു റിവാർഡ്, ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പത്രത്തിലൊക്കെ കാണണ്ടേ, ഇപ്പം നായനെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ കണ്ടിട്ടില്ലേ, ഫൈൻഡർ വിൽ ബി റിവാർഡഡ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. അങ്ങനെ വല്ല സമ്മാനങ്ങളും പാരിതോഷികങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഫൈൻഡറിനുണ്ട്. സോ ഇഫ് ദി ഓണർ ഓഫ് ഗുഡ്സ് ലോസ്റ്റ് ഹാസ് ഓഫേർഡ് എ സ്പെസിഫിക് റിവാർഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ലോസ്റ്റ്, finder may sue for such reward and may retain the goods unless he receives it. And third right is right to sell. ചില സമയത്ത് വിൽക്കാനുള്ള റൈറ്റും ഉണ്ട്. നോക്കാം അതേതൊക്കെയാണെന്ന്. എല്ലാത്തിനും അത് ബാധകമല്ല. അപ്പോൾ സെക്ഷൻ 169 പറയുന്നത് ഇതാണ്. ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ഹാസ് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ഇൻ ദ ഫോളോയിങ് കേസസ്. എപ്പോഴൊക്കെയാണ് വിൽക്കാനുള്ള റൈറ്റ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് പോയിന്റ്, ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് കുഡ് നോട്ട് ഫൈൻഡ് ഔട്ട് ദ ഓണർ ഓഫ് ദ ഗുഡ്സ് വിത്ത് റീസണബിൾ ഡിലിഗൻസ്. അതായത് അത്രയും നോക്കി നടന്നിട്ടും ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഫൈൻഡറിന് അത് വിൽക്കാം.
Then, when the owner of goods refuses to pay the lawful charges to the finder, അതായത് ഇഫ് ഓണർ എന്ത് ചെയ്യാണ്, കുറച്ച് ലോഫുൾ ചാർജസ് ഒക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസസ് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ, കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ ഫൈൻഡറിന് എന്ത് ചെയ്യാം, അത് വിറ്റിട്ട് ആ പൈസ എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻഡറിന് ഓണർക്ക് കൊടുത്താൽ മതി. ഓക്കെ. Then when the goods are in danger of perishing or of losing the greater part of their value, ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചീത്തയായി പോണ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വല്ല സാധനവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പേ അത് വിറ്റുങ്ങാണ്ട് പൈസയേക്കാം, ആ പൈസ ഓണറിനെ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, വെൻ ദ ലോഫുൾ ചാർജസ് ഓഫ് ദി ഫൈൻഡർ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ തിങ്സ് ഫൗണ്ട് എമൗണ്ട് ടു 2/3 ഓഫ് ഇറ്റ്സ് വാല്യൂ. അതായത് ഇപ്പോൾ കിട്ടിയ സാധനത്തിൻ്റെ വിലേൻ്റെ 2/3 എന്ത് വന്നിട്ടുണ്ട്, ഇയാൾക്ക് ഫൈൻഡറിന് കുറേ എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം വിറ്റിട്ട് അതിൽ നിന്ന് എടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ വാല്യൂ 1500 ഒരു സാധനമാണ് വീണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 1500 2/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 rupees വരും. അപ്പോൾ ഈ 1000 rupees എക്സ്പെൻസസ് ഇൻകർ ചെയ്തു ഫൈൻഡറിന്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം വിറ്റിട്ട് 1000 rupees ആർക്ക് എടുക്കാം, ഫൈൻഡറിന് എടുക്കാം. അപ്പോൾ ആ സമയത്തും ഫൈൻഡറിന് എന്തുണ്ട്, ഹി ഹാസ് ദ റൈറ്റ് ടു സെൽ ദോസ് ഗുഡ്സ്. ഓക്കെ. അപ്പോൾ 3 റൈറ്റ്സാണ് പറയുന്നത് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന്: റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ് ആൻഡ് റൈറ്റ് ടു സെൽ. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോണത് ഒബ്ലിഗേഷൻ ഓഫ് എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആണ്. എന്തൊക്കെയാണ് അയാളുടെ കടമകൾ? he must take reasonable care of the goods. എന്നിട്ടും അത്രയും ശ്രദ്ധിച്ചിട്ടും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ he is not responsible for any loss. Second, he should not use the goods for his own use. ഒരിക്കലും ബെയിലിനെ പോലെ തന്നെയാണ് പറയുന്നത്. ബെയിലിൻ്റെ ഡ്യൂട്ടി അത് തന്നെയാണല്ലോ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ് കിട്ടിയ സാധനം ഉപയോഗിക്കാൻ പാടില്ല. he should not mix them with his own goods. then he must try to find out the true owner of the goods. വെറുതെ കിട്ടിയ സാധനം വെച്ച് വീട്ടിലിരിക്കരുത്, ശരിക്കുള്ള ഓണറെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. if he does not do so, he will be liable as a trespasser. Okay, thank you.